അവിഹിതം ആരോപിച്ച് കെഎസ്ആർടിസി വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്ത അസാധാരണ നടപടി പിൻവലിച്ചിരിക്കുകയാണ്. സദാചാര പോലീസ് ചമയുന്നു എന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്നാണ് ഗതാഗത വകുപ്പിന്റെ ഇടപെടൽ. ഈ നടപടി കണ്ടക്ടറെയും കെഎസ്ആർടിസിയിലെ വനിതാ ജീവനക്കാരെയും അപമാനിക്കുന്ന തരത്തിലുള്ളതായി എന്നായിരുന്നു ആക്ഷേപം. കെഎസ്ആർടിസിയിൽ ഡ്രൈവറായ തന്റെ ഭർത്താവിന് ഡിപ്പോയിലെ വനിതാ കണ്ടക്ടറുമായി അവിഹിതം ഉണ്ടെന്ന് കാണിച്ച് ഇയാളുടെ ഭാര്യയാണ് കെ.ബി. ഗണേഷ് കുമാറിന് പരാതി നൽകിയത്. തുടർന്ന് ചീഫ് ഓഫീസർ വിജിലൻസിന്റെ ഇൻസ്പെക്ടർ അന്വേഷണം നടത്തി നടപടിയെടുക്കുകയായിരുന്നു. മൊബൈലിൽ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ, ഭർത്താവിന്റെ ഫോണിൽ നിന്നും ഫോട്ടോയായി എടുത്ത വാട്സപ്പ് ചാറ്റ് എന്നിവ സഹിതമാണ് യുവതി പരാതി നൽകിയത്. അന്വേഷണത്തിൽ കണ്ടക്ടർ ഏറെ നേരം ഡ്രൈവറുമായി സംസാരിക്കുന്നതും ഡ്രൈവറുടെ മൊബൈൽ വാങ്ങുകയും ബസ്സിലുള്ള യാത്രക്കാരെ ശ്രദ്ധിക്കാതെ അവർക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് യാത്രക്കാർ തന്നെ സ്വയം ബെല്ലടിച്ച് ഇറങ്ങുന്നതായും കാണുന്നു. ഇതെല്ലാം ഈ ഒരു ഉത്തരവിൽ പറഞ്ഞിരുന്നു. കണ്ടക്ടറും ഡ്രൈവറും തമ്മിൽ അവിഹിതം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യമായെന്നും ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന വിധത്തിൽ കണ്ടക്ടർ സംസാരിച്ചത് വീഴ്ചയാണെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ഇരുവരും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർവീസിലെ യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളും തെളിവുകളായി ഭാര്യ നൽകിയിരുന്നു. ഭാര്യയുടെ പരാതിയിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടിയെന്നാണ് കെഎസ്ആർടിസി വിജിലൻസ് വിഭാഗം വാദിച്ചത്. ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ കണ്ടക്ടർ സംസാരിച്ചു, ഡ്രൈവറുടെ മൊബൈൽ ഫോൺ വാങ്ങി, യഥാസമയം യാത്രക്കാരെ സ്റ്റോപ്പുകളിൽ ഇറക്കിവിട്ടില്ല, യാത്രക്കാർ തന്നെ ബെല്ലടിച്ച് ഇറങ്ങേണ്ടി വന്നു തുടങ്ങിയവയാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത്. വനിതാ കണ്ടക്ടറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ അച്ചടക്ക ലംഘനവും പെരുമാറ്റ ദൂഷ്യവും നിലവിലെ ചട്ടങ്ങളുടെ ലംഘനവുമാണ് നടന്നതെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. ഈ വിവാദ നടപടിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. എന്തായാലും കെഎസ്ആർടിസി ജീവനക്കാരെ മൊത്തത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ളതായി പറയപ്പെടുന്ന ഈ ഒരു പരാതിയിന്മേലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അസാധാരണ നടപടി പിൻവലിച്ചിരിക്കുകയാണ്. ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തിരുന്നു. സദാചാര പോലീസ് ചമയുന്നു എന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്നാണ് ഗതാഗത മന്ത്രി ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നടപടി കണ്ടക്ടറെയും കെഎസ്ആർടിസിയിലെ വനിതാ ജീവനക്കാരെയും മുഴുവൻ അപമാനിക്കുന്ന തരത്തിലുള്ളതായി മാറിയിരുന്നു എന്നായിരുന്നു ആക്ഷേപം ഉണ്ടായത്. ചിലരെ മാത്രം ലക്ഷ്യം വെച്ച് ഇങ്ങനെ മനഃപൂർവ്വം കേസ് എടുപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാക്കിയതാകാം എന്ന രീതിയിലൊക്കെ ജീവനക്കാർ പരസ്പരം ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു സദാചാര ഗുണ്ടായിസം ചമയുക തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് വേഗം തന്നെ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടതും നടപടി എടുത്തതിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയതും. ഭാര്യയുടെ പരാതിയിൽ സത്യാവസ്ഥയുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടിയെന്നായിരുന്നു കെഎസ്ആർടിസി വിജിലൻസ് വിഭാഗം വാദിച്ചത്. ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുകയാണ് കണ്ടക്ടർ ചെയ്തത്. ഇതിന്മേലെല്ലാമാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. അതാണിപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്.